പന്താവൂർ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ അവാർഡ് നൽകുന്ന നിമിഷമാണ് ഇനി അടുത്തത്. അവാർഡ് നൽകുന്നതിനായി ശ്രീ മടങ്ങർലി പരമേശ്വരൻ, നമ്മുടെയൊക്കെ സ്നേഹനിധിയായ മടങ്ങർലി കുട്ടേട്ടനെ സാദരം ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിനായി പാസ്റ്റർ KM ഫിലിപ്പ് സാറിനെ ക്ഷണിക്കുന്നു. സുധീർ പന്താവൂർ അവാർഡ് ലഭിക്കാൻ സർവശക്തൻ എനിക്കിടയാക്കി. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അന്വേഷിക്കുകയായിരുന്നു ആരായി സുധീർ പന്താവൂർ. സെർച്ച് ചെയ്തിട്ട് അധികം ഒന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും കിട്ടുന്നില്ല. ഇവിടെ കയറി ഇരുന്നപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു വലിയ മനുഷ്യ സ്നേഹിതനും കൂട്ടുകാരനും സഹായിയും ഒക്കെ ആയി ഒത്തിരി പടർന്ന് പന്തലിച്ച് കിടന്ന ഒരു മാന്യദേഹമാണെന്നും അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇങ്ങനൊരു അവാർഡിന് ഞാൻ പാത്രീഭൂതനായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളത് സീലിനും എനിക്ക് വ്യക്തിപരമായും ഭയങ്കര സന്തോഷകരമാണ്. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹത്തിന് ഒത്തിരി മാനങ്ങളുണ്ട്. അങ്ങനെ ദൈവം എന്നെ നടത്തി. ഇന്ന് ഈ വിളക്ക് കത്തിച്ചപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ടായി. ഞങ്ങൾ ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് കാലിയായിട്ട് കിടക്കുക. ഇതൊരു പട്ടിക്കാടെന്ന് വെച്ചാൽ പട്ടിക്കാട്, നിറച്ചും പാമ്പ്. ഇതിലെ കയറാനൊക്കത്തില്ല, നടക്കാൻ ഇരിക്കാവത്തില്ല. ഞങ്ങളെന്നും വെളിയിലൊരു അകത്തോട്ട് വഴിയില്ലായിരുന്നു, കണ്ടത്തിൽ വന്ന് കിടക്കും. അപ്പം പാസ്റ്റർ ബിജുവിൻ്റെ ചോദിക്കുക എന്തോ ചെയ്യും, പുള്ളി എന്നോട് തിരിച്ച് ചോദിക്കുക എന്തോ ചെയ്യും. ഒരു ദിവസം എൻ്റെ തലയിൽ ഒരു കാര്യം ക്ലിക്കായി, ഒരു സംഭവം ചെയ്യാമെന്ന്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചില പൈസ 40 ട്യൂബ് ലൈറ്റ് ഇവിടെ കൊണ്ടുവച്ചു കുത്തി പലയിടത്തായി. എന്നിട്ടൊരു ജനറേറ്ററും കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ വെളിച്ചം കയറ്റി. ഈ ക്യാമ്പസ് മുഴുവനും വെളിച്ചം കയറ്റി. ഞങ്ങളുടെ അതിഥികൾ ആരായിരുന്നറിയാമോ? ഞങ്ങൾക്ക് അതിഥികളായി വന്നേ. ഇതിൻ്റെ പുറകിലൊരു വലിയ വനമായത്. അതിൻ്റെ അകത്തുള്ള എല്ലാ ഇൻസെക്ട്സും ലൈഫിൽ ആദ്യമായി വെളിച്ചം കാണുക രാത്രിയിൽ ഇവിടെ എല്ലാം കൂടെ വന്ന് ഞങ്ങളെ കവർ ചെയ്തു. ഞങ്ങളെ എൻജോയ് ചെയ്തു. 3 days ഈ ജനറേറ്റർ അടിച്ച് ഞങ്ങൾ വെളിച്ചം കയറ്റി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മെപ്പറ്റി ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ആരും വിഷമിക്കണ്ട, എൻ്റെ ജീവിതം ഇങ്ങനായി, എൻ്റെ ചെറുക്കിങ്ങനായി, എൻ്റെ പെണ്ണിങ്ങനായി. അതല്ല സത്യം. ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. എൻ്റെ ദൈവമേ, നിൻ്റെ ഹിതം ചെയ്യുവാൻ എന്നെ അനുവദിക്കണേ, നീ എന്നെ നടത്തണേ, നീ എന്നെ സഹായിക്കണേ. അതാണ് മിസ്റ്റർ സുധീർ നടന്നത് തൻ്റെ ജീവിതത്തിൽ. ഈ ഒരു ആയുസ്സിൽ ചെറിയൊരു കാലം നിങ്ങൾ പറഞ്ഞു ഏർലി ഡിപ്പാർട്ടഡായി എന്ന്. എന്നാൽ അതിലൊരു ഉപകാരമുണ്ട്. തന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഫുൾഫിൽ ചെയ്തിട്ടാണ് താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. നിങ്ങൾ സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഇന്നിങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ ആശ്രമത്തിൽ നിങ്ങൾ കുടുംബമായി കടന്നു വന്ന് പ്രിയ ഭാര്യയും പ്രിയ മക്കളും എല്ലാവരും സഹോദരി സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും നിങ്ങൾ വന്ന് ഈ ആശ്രമത്തെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചതിനും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരായിരിക്കും. എന്നും നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും. ഗോഡ് ബി വിത്ത് യു ആൾ. I don't think I've yet to see anybody who has done the work that he has done and Seal Ashram has done. You know, you'll all read in the Times of India every second day, at least once a week, how they pick up these destitutes. It's very easy to pick. I know there are many organizations that are taking care of destitutes, but with the love and care that they do, they even reunite them to their families, which is something very, very unusual. This organization, you all should actually recommend him for a Padma Shri now. It's high time, because I have seen. Let me congratulate Honorable Pastor KM Philip for this wonderful idea and the nobility of that person. The great mind which he possesses can be seen from his words. He does not take credit of any of these things what is being done here, but he gives the entire credit to the Almighty. He feels
that he is a representative, through him the Almighty is working. Is it not a very noble thought? We should give him a great round of applause for only just his thought. And let me finally thank all of you for coming here, understanding two things. One is, what was Sudhirattan as a personality? What was his contribution in life? And secondly, also understanding the nature of activities, the humanitarian activities which is being done by Seal Ashram under the leadership of Honorable Pastor K.M. Philip, Honorable Pastor Biju and others. Thank you very much.